ആ ദിവസം ക്രിസ്തുവിനെ ക്രൂശിൽ തൂക്കിയിരുത്തിയപ്പോ അവൻ ശാരീരിക വേദന മാത്രം സഹിച്ചില്ല, അനവധി ദുഷ്ടവും അപമാനകരവുമായ വാക്കുകളും കേട്ടു. അപ്പോൾ അവൻ എത്ര വലിയ അപമാനം സഹിച്ചിരിക്കണം എന്നത് കൽപ്പന ചെയ്യുന്നതും കഷ്ടമാണ്. ഇന്നും അവന്റെ അനുയായികളും അവന്റെ പേരും എത്ര വലിയ അപമാനത്തിന് വിധേയമാക്കപ്പെടുന്നു. ഇത് കാണുമ്പോൾ ആരോ നമ്മുടെ മുഖത്തു തന്നെ കാൽവെച്ച് നടക്കുന്നത് പോലെയാണ് തോന്നുന്നത്. നമ്മെ ചവിട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ അപമാനവും അന്ന് ക്രൈസ്തു അനുഭവിച്ച അതേ അനുഭവം ഇന്നും നിങ്ങൾക്ക് ഉണ്ടാകാം. നിങ്ങൾക്ക് ഏതെങ്കിലും കാരണമില്ലാതെ അപമാനിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവനകൾക്ക് ദുഃഖം നൽകപ്പെടുമ്പോൾ, എങ്കിലും അപ്പോൾ അവരെ അപമാനിച്ചപ്പോൾ അവർ മറുപടിയായി അപമാനം ചെയ്തില്ല. സാധാരണയായി നമ്മൾ എന്ത് ചെയ്യുന്നു? ആരെങ്കിലും നമ്മെ അപമാനിച്ചാൽ നാം ഉടൻ തന്നെ തിരിച്ചു പറയുന്നു. പക്ഷേ യേശു അങ്ങനെ ചെയ്തില്ല. അവരെ പീഡിപ്പിച്ചപ്പോൾ അപ്പോൾ അവർ വായി തുറന്നില്ല. അവരെ അപമാനിച്ചപ്പോൾ അവർ മറുപടിയായി അപമാനം ചെയ്തില്ല. അവർ എല്ലാം സഹിച്ചു.